നാട്ടുകാരോട് കളിക്കാനും കയറിയിരിക്കുക. അവരെടുത്തിട്ട് പെരുമാറും. ഈ നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ആര് സ്നേഹിക്കൂടാ വിശ്വസിച്ച്? കേരളത്തിലെ പിള്ളേരെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. ഇനിയിപ്പൊ ഈ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ? കേരളത്തിൽ നല്ലവരായ രണ്ടാൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും ഒന്ന് നീയും. ഈ നാട് വിട്ട് പുറത്തു വല്ലതും പോവാളിയാ. ഫസ്റ്റ് അടിക്ക് ബോധം പോണേ. ഫസ്റ്റ് അടിക്ക് ചാവനെ പാറ്റ തന്നെ അടിച്ചോല്ലുന്ന പാറ്റ. നീ ആ ചെറുക്കന് തമ്മിലുള്ള പ്രശ്നം എന്തോന്ന്? അവ എന്നോക്കി ചിരിച്ചില്ല. എന്തോന്ന്? സത്യമായിട്ടും അവ എന്നോക്കി ചിരിച്ചില്ല. ചേട്ടാ 2 ബോംബ്. നാടനോ അതോ മറ്റാനോ? പറ്റോ മതി. സ്കൂളിലെന്താ ഇന്ന് പ്രത്യേകിച്ച്? ഒന്നുമില്ല, ക്ലാസ് ടീച്ചറിനെ ക്ലാസ്സിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. രണ്ടിനൊന്നും അറിയണമല്ലോ അല്ലേ? പിന്നെ എടാ ഇപ്പൊ ഒരു തമാശ നടന്നടാ. നമ്മുടെ തടിയിലും പട്ടരും കൂടെ കുറച്ചു പേരുടെ കോർത്ത് ഞങ്ങള് നല്ല പൊരിഞ്ഞടി വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു പ്രശ്നം? പറഞ്ഞ പോലെ എന്തായിരുന്നു പ്രശ്നം? ഒരു മിനിറ്റ്, ഞാനിപ്പോ ചോദിക്കാം. പ്രശ്നം ഞങ്ങള് വരുമ്പോ സൈഡ് തന്നില്ല. റോഡ് നിന്റെ തന്തയുടെ വകയാണോന്ന് ചോദിച്ചപ്പോ ആ ഡ്രൈവറെ കുന്നൊരാക്കല്. എങ്ങനൊരാക്കല്? കുന്ന്. അതിനാണോ നമ്മളവരെ തല്ലിയത്? പിന്നല്ലാതെ. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീങ്ങന്ന് മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇനി ഒരിക്കലും കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല. ഒരു രക്ഷയുമില്ല ഇവിടെ. സ്ത്രീപീഡനം, കൊള്ള, കൊല, തട്ടിക്കൊണ്ടുപോകൽ, അഴിമതി, ഹർത്താൽ, കർഷകരുടെ ആത്മഹത്യ, സ്വാശ്രയ കോളേജ്, തന്ത്രി. എങ്ങനെ നമുക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കും? നിങ്ങൾക്ക് ഭ്രാന്ത് വരാതിരിക്കണമെങ്കിൽ വഴി ഒന്നേയുള്ളൂ. സ്ഥലം വിട്ടോളൂ. ഗൾഫിലോ ആഫ്രിക്കയിലോ ഇക്വഡോറിലോ എവിടേക്കെങ്കിലും. എന്താ പോയത് ഇപ്പൊ ഇങ്ങനൊരു പോക്ക്? ഞാൻ പോവാ. നാടേ നശിക്കാൻ പോവാ. ഇത് വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. എങ്ങോട്ടെങ്കിലും പൊക്കണോ, രക്ഷപ്പെട്ടോ. നാട് നശിക്കാൻ പോവാ.